ഹായ് എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് രാവിലത്തെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇന്ന് നല്ല സീയപ്പും മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത്. മുട്ടക്കറിയുടെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. സീയപ്പം നമ്മൾ അരി കുതിർത്ത് അരച്ച് അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇതാ ഇതുപോലെ പൊടി വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ട് തേങ്ങയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പൊടിയൊക്കെ എടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാണ് കേട്ടോ. സീയപ്പം പുട്ട് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണല്ലേ. അപ്പോൾ സിമ്പിളായിട്ടുള്ള എന്നാൽ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ചെയ്തതാണ്. സ്കൂളിലെ ദിവസമാണ് കേട്ടോ അന്ന്. ഇന്ന് നമ്മൾ എഗ് കറി മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇതിലാണ് കേട്ടോ. അഗാരയുടെ റീഗൽ ഇലക്ട്രിക് മൾട്ടി കുക്കറിൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നോക്കാം. ഇതാണ് അഗാരയുടെ റീഗൽ ഇലക്ട്രിക് മൾട്ടി കുക്കിംഗ് പോട്ട്. ഇതിനൊരു ഗ്ലാസ് ലിഡ് വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു മെഷറിംഗ് കപ്പും അതുപോലെ തന്നെ ഒരു സ്പാച്ചുലയും വരുന്നുണ്ട്. പിന്നെ ഇതാ മാനുവലിൽ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുമുണ്ട്. ഈ ഒരു കുക്കിംഗ് പോട്ടിൻ്റെ കപ്പാസിറ്റി 3 ലിറ്റർ ആണ് കേട്ടോ വരുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ റിമൂവ് ചെയ്യാൻ പറ്റും. ഇതിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. ഇതൊരു നോൺ സ്റ്റിക്ക് കോട്ട് വരുന്ന ഒരു പോട്ടാണ്. ഏകദേശം 10 കപ്പ് റോ റൈസ് നമുക്ക് ഇതിൽ കുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ റൈസ് മാത്രമല്ല കേട്ടോ, ചിക്കനും വെജിറ്റബിൾസും എല്ലാം കുക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രൈ ചെയ്യാനും പറ്റും. ഫിഷൊക്കെ ഫ്രൈ ചെയ്യുക കേട്ടോ. ഈ ഒരു കുക്കിംഗ് പോട്ട് നമുക്ക് ആവശ്യാനുസരണം റിമൂവ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ടൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഹീറ്റർ വരുന്നത്. ഇത് നമുക്ക് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോബാണ്. ഓൺ ചെയ്യാനും സ്വിച്ച് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള നോബ്. ഇതിൻ്റെ പവർ വരുന്നത് 1200 വാട്ടാണ്. ഇതിന് ഡിറ്റാച്ചബിൾ പവർ കോഡാണ് കേട്ടോ വരുന്നത്. അപ്പം എന്തായാലും നമുക്ക് ഇതിൽ കുക്ക് ചെയ്തോ. കഴുകി വെച്ചതാണ്, ഒന്ന് ജസ്റ്റ് കഴുകി വെച്ചതാണ്. എന്തായാലും നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. എനിക്ക് കാണാനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. പിന്നെ നമ്മളിതിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എഗ് കറി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇലക്ട്രിക് കുക്കിംഗ് പോട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റിലൊക്കെ ഇതിൻ്റെ പർച്ചേസിങ് ലിങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ തന്നെ പണി കഴിക്കേണ്ട കുറച്ച് ആവശ്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് സീയപ്പത്തിൽ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് എളുപ്പത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയത്. പക്ഷേ പുട്ടും സീയപ്പൊക്കെ കോളായി കഴിഞ്ഞാൽ ഇത്രയും പണിയുള്ള വേറൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലല്ലോ. അപ്പോൾ അതുപോലെ സീയപ്പം ചെറുതായിട്ടൊന്ന് പണി തന്നു കേട്ടോ. നമ്മൾ അരിപ്പൊടി എന്നും വാങ്ങിക്കുന്ന പൊടിയല്ല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. അപ്പോൾ ഇനി കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് തൊലി കളഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയിൽ മുട്ട വേവിക്കാൻ വേണ്ടിയിട്ട് അസ്കർക്ക വെക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ഷെയ്സിന് സ്കൂളിലെ ലഞ്ചിന് ചോറും മീൻ പൊരിച്ചതും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ ചോറൊന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ കറിയിലേക്ക് ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചതക്കൊന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മളുടെ അഗാരയുടെ ഇലക്ട്രിക് കുക്ക് പോട്ട് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ആ ഒരു നോബ് തിരിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് പോട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് സവാളയും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. ഈ സമയം നമുക്ക് ഒരു 3 തക്കാളിയും കൂടെ എടുത്തിട്ടൊന്ന് അരച്ചെടുക്കണം.
അപ്പോൾ സവാള ഇതാ ഇത്രയാണ് വഴറ്റിയെടുക്കേണ്ടത് കേട്ടോ. ഇനി ഇത് ഈ ഒരു പോട്ടിൽ നിന്ന് നമ്മൾ കോരി മാറ്റുന്നുണ്ട്. ഇനി ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു പോട്ടിൽ തന്നെ നമുക്ക് മുട്ട ഒന്ന് മസാല തേച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങളൊന്ന് കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് മുട്ടയിലെല്ലാം ഒന്ന് വരഞ്ഞു കൊടുത്തതിന് ശേഷം ഇതെല്ലാം ഒന്ന് മുട്ടയിൽ തേച്ച് പിടിപ്പിക്കണം. ഇനി ഈ ഒരു പോട്ടിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ടയെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ സവാളയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ്, കാഷ്യൂവും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. മുട്ടയൊക്കെ ഇതാ ഈ ഒരു രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇനി ഈ ഒരു സവാളയിലേക്ക് തന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തക്കാളി, നേരത്തെ 3 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾ, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാൻ മറന്നു കേട്ടോ, കുറച്ച് മല്ലിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള സവാളയും കാഷ്യൂവും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുക്കുക. നമുക്ക് എത്രത്തോളം ഗ്രേവിയുടെ തിക്നെസ് വേണം അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഈ ഗ്രേവി തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ മുട്ടക്കറി റെഡിയായി. ഇതാ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള മുട്ടക്കറിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പത്തിരിയുടെ കൂടെയും എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അല്ലെങ്കിൽ രാവിലെ മക്കളെ പറഞ്ഞേക്കുന്ന സമയത്ത് ഹറിബറിയാണ് കേട്ടോ. ഇന്ന് സിയപ്പൻ ചെറുതായിട്ടൊന്ന് പറ്റിക്കും കൂടെ ചെയ്തപ്പം നല്ലോണം ഹറിബറി ആയിട്ടോ. പോട്ടോ അപ്പം നിങ്ങളോട് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു. അസ്കർക്ക ഇന്തോനേഷ്യയിൽ ഒരു സെമിനാർ പ്രസൻറ്റേഷൻ്റെ ഭാഗമായിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഒരു ആഴ്ച നാട്ടിലുണ്ടാവില്ല. ആകെ ഈ പൂരപ്പറമ്പായില്ല. ഷൂട്ടും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട. സിയപ്പം നല്ല സമയം എടുത്തിട്ടാണ് ആവണത്. എന്നാൽ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അടിഭാഗമൊക്കെ ചുമന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെയുള്ളത് കഴിക്കാൻ അത് ചൂടോടെ കഴിക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അത് കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു കേട്ടോ ഈ ഒരു അപ്പം. ഇപ്പോൾ ചിലരൊക്കെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യുമ്പോൾ ടൈം ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ എപ്പോഴാണ് ഏത് സമയത്താണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സമയം 8 മണിയായിട്ടോ. മക്കൾ പോണത് 7:35 പോണത്. അപ്പോൾ ആ ഒരു സമയം പോയി കഴിഞ്ഞാൽ ഇതാ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് അസ്കർക്ക കോളേജിൽ പോണില്ല. ഉച്ചയ്ക്കാണ് അസ്കർക്ക ഇന്തോനേഷ്യയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ പിന്നെ ഇന്ന് ലീവാണ്. ഇല്ലെങ്കിൽ ഈ സമയത്ത് എനിക്ക് അസ്കർക്കുള്ള ലഞ്ച് റെഡിയാക്കാനും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം ഈ ഒരു സമയം ഇന്ന് എനിക്കിതാ പ്ലേറ്റ് കഴുകാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ക്ലീനിങ് പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. ഇല്ലെങ്കിൽ സാധാരണ ഈ ഒരു സമയത്ത് അസ്കർഖാൻ്റെ ലഞ്ച് റെഡിയാക്കുന്ന തിരക്കിലായിരിക്കും.
അസ്കർക്ക് അത് അവിടെ പോകാനുള്ള എന്തൊക്കെയോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. അപ്പോൾ കുറച്ചൊന്ന് ക്ലീനിങ് പരിപാടികൾ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇനി ഞാനും അസ്കർക്കൊക്കെ ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഉമ്മ ഇപ്പൊക്കെ നേരത്തെ കഴിച്ചു കേട്ടോ. അപ്പം ഇത് മുളകും മല്ലി ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ടിടാണ് കേട്ടോ. ഞാൻ മുളക് കഴുകിയ ദിവസം നല്ലൊരു വെയിൽ കിട്ടിയതാണ്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒറ്റൊരു ദിവസം മര്യാദക്ക് വെയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് മഴ ചാറുക, അങ്ങനെയൊക്കെ വെയിലിന് ഭയങ്കരമായിട്ടുള്ളൊരു കളി. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേക്ക് നല്ല വെയിലായിരുന്നു. അപ്പോഴാണ് മുളക് കൊടുന്നു കഴിഞ്ഞാൽ വേഗത്തിൽ ഉണങ്ങി കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ സമാധാനിച്ചിട്ട് കൊണ്ടുവന്നപ്പോൾ ഇതാണ് അവസ്ഥ. പിന്നെ മുളക് കഴുകി അന്ന് വാഷിംഗ് മെഷീനിലിട്ടിട്ട് അതിലത്തെ വെള്ളമൊക്കെ ഉണക്കിയെടുത്തിട്ടാണ് വെയിലത്തിട്ടത് കേട്ടോ. അതുകൊണ്ട് കുറേ ആശ്വാസമുണ്ട്. പിന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കാനുണ്ട്. എന്നാലും ജസ്റ്റ് ഒന്ന് സ്റ്റവൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടതാണ് കേട്ടോ. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇപ്പോൾ ഇത് സമയം 8:45 കേട്ടോ. അപ്പോൾ ലഞ്ചിനുള്ള മീനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചാലും ഉണ്ടാവും നമ്മളിനി ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞാലും ഇതിലും കൂടുതൽ പാത്രങ്ങൾ കഴുകാൻ. ഇപ്പോൾ ലഞ്ചിന് ഉള്ള പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പയറൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് മീനൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അടവ് മീനാണ്, ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനിടയിൽ ഉപ്പാക്കുള്ള ചായ കൊടുക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 9:45. അപ്പം ഇത് അടവ് മീനാണ്. അപ്പം ഇത് പൊരിച്ചെടുക്കണം. പിന്നെ കുറച്ച് മാസ് മീനിൻ്റെ തലയും വാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഷ്ണം എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മുളകിടവും വേണം. അപ്പം ഇത് മീൻ മസാല റെഡിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും പിന്നെ വിനാഗിരി, ആവശ്യത്തിനുള്ള ഉപ്പ്, മുളക് പൊടി, പിന്നെ ഞാനിതിൽ കാശ്മീരി മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വലിയ ജീരകപ്പൊടി, ഉലുവപ്പൊടി, ഇത്രയും കാര്യങ്ങൾ കുറച്ചും കൂടെ വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ട് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റാക്കി എടുക്കുകയാണ്. ഇനി ഈ മീൻ മസാലയിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് എടുക്കുക. എന്നിട്ട് അതിൽ കുറച്ചും കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കും കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്.
എന്നിട്ട് ബാക്കിയുള്ളത് ഇതാ ഇതുപോലെ ഒരു ബോക്സിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യാറ്. ഫ്രീസറിലല്ല വെക്കുന്നത്, താഴെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഇനി മീനൊന്ന് മുളകിട്ടെടുക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഉലുവയും കടുകും ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കറിവേപ്പിലയും കുറച്ച് തക്കാളി ഇട്ടിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മീൻ മസാല ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തു. മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ മീൻ മുളകിടാൻ വേണ്ടിയിട്ട് കൊടുക്കലുണ്ട്, അതുപോലെ മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി പുളി കുറവാണ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ കുറച്ച് പുളിയും ചേർത്ത് കൊടുക്കുക. ഇനി മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അതിനിടയിൽ മഴ ചെറുതായിട്ട് ചാറുന്ന പോലെ തോന്നിയിട്ട് പുറത്ത് പോയി നോക്കിയതാണ് കേട്ടോ. നമ്മൾ പുറത്ത് പോയി നോക്കുമ്പോഴേ കാണുള്ളൂ അത് മഴ ചാറുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതാ നമ്മളുടെ കറി ഇതിൽ നിന്ന് മാറ്റുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ ഈ ഒരു വലിയ പാത്രത്തിൽ കുറച്ച് കറിയായിട്ട് വെക്കണതിനോടൊരു താല്പര്യമില്ല. അപ്പോൾ ഞാൻ വേഗത്തിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് എല്ലാം ചെറിയ ചെറിയ പാത്രങ്ങളിലേക്ക് ആക്കിയിട്ട് മാറ്റി വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ മീൻ മുളകിട്ടയിലേക്കുള്ള മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, അതിൻ്റെ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കുകയാണ്. ഇനി പയറുകൊണ്ടൊരു തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തലേദിവസം എടുത്തു വെച്ചിട്ടുള്ള ബീൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും കട്ട് ചെയ്തതും കൂടെ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയിട്ടൊരു തോരനാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതാ മീൻ മുളകിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മീൻ പൊരിച്ചതും റെഡിയായി. പിന്നെ ഇതാ തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ലഞ്ചിനുള്ള കുക്കിങ്ങും കാര്യങ്ങളും അതും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അകത്തൊക്കെ ഒന്ന് അടിച്ചു വാരണം. ഇന്ന് ക്ലീൻ ചെയ്യുന്ന ആ ഒരു ചേച്ചി വരുന്ന ദിവസമല്ല കേട്ടോ. അപ്പം അകത്തൊക്കെ ഒന്ന് അടിച്ചു വാരാനുണ്ട്, ഒന്ന് അടുക്കി പെറുക്കി വെക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇതാ ഇത്രയും പാത്രങ്ങളൊന്ന് കഴുകാനും ഉണ്ട്. അപ്പോൾ ഇതാ കിച്ചൺ പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് 11:15 അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അകത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഓരോ ദിവസവും ഓരോ ടൈമിലായിരിക്കും കേട്ടോ പണികൾ. ചിലപ്പോൾ കിച്ചണത്തെ കുറച്ച് നേരം വഴുകും, അങ്ങനെയൊക്കെ ആയിട്ട് പല ടൈമിലാണ്. ഇപ്പോൾ ഇന്നത്തെ സമയമാണ് ഞാൻ പറയണത്. ഇന്നിപ്പോൾ ഒരു 11:15 ആയപ്പോൾ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കിച്ചണത്തെ. പിന്നെ ഇതാ അകത്തൊക്കെ ഒന്ന് അടിച്ചു വാരി ഒന്ന് അടുക്കി പെറുക്കി വെക്കട്ടെ. നമ്മളെ മുളക് ഇതാ അധികം വെയിലൊന്നും ഇല്ലാതെ അവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ ഒരു 11:45 ആയപ്പം അകത്തൊക്കെ അടിച്ചു വാരലും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഒരു 12:45 ആയപ്പോഴാണ് വർക്കൗട്ട് ഞാൻ കുറച്ച് നേരത്തെ നിർത്തി വെച്ചു കേട്ടോ. ആസ്കർക്കാർക്ക് ഫുഡ് കൊടുക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് കുളിക്കുകയും ചെയ്തിട്ട് 1 മണി 1:05 ഒക്കെ ആകുമ്പോൾ ആസ്കർക്കാനെയും കൊണ്ട് പോകണം. തിരൂരിന്നാണ് ട്രെയിനിങ്, അപ്പോൾ അതുവരെ ബസ്സിൽ പോകാനോ.
ഭാസ്കർക്കാർക്ക് കോയമ്പത്തൂരിൽ നിന്നാണ് കേട്ടോ ഫ്ലൈറ്റ്. അപ്പം തിരൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ ട്രെയിനിന് പോവുകയാണ്, പിന്നെ അവിടെ നിന്ന് ഫ്ലൈറ്റ്. അപ്പോൾ ഞാനൊന്ന് ടൗണിൽ വരെ കൊണ്ടുവിടാൻ പോയതായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് ഒന്ന് കിടന്നൊക്കെ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം കിടന്ന് എഴുന്നേറ്റതിന് ശേഷം പിന്നെ കുറച്ച് തുണികളൊക്കെ ഒന്ന് മടക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇന്ന് മക്കൾക്ക് വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. ഇന്ന് രാവിലെ സിയപ്പം കൊളായല്ലോ, അപ്പോൾ പിന്നെ അധികം സിയപ്പം ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഇല്ലെങ്കിൽ വൈകുന്നേരത്തേക്കും കൂടെ അവർക്ക് സിയപ്പം ഉണ്ടാക്കുകയാണ് ചെയ്യൽ. അപ്പോൾ അതാ കുറച്ച് പാസ്ത ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പാസ്ത ആയിരുന്നു, അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ മക്കൾ വന്നു കഴിഞ്ഞാൽ ഓരെ കാണാനൊന്നും കിട്ടില്ല, അപ്പം തന്നെ കഴിച്ചിട്ട് ഓടലാണ് കേട്ടോ കളിക്കാനൊക്കെ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.